ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാടിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാന്ത്രിക ലോകത്തേക്കാണ്. അതെ, മാർമല വെള്ളച്ചാട്ടം. എരുമേലിയിൽ നിന്ന് മീരാറ്റുപേട്ട വഴി വാഗമണിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഈ ഒരു ബോർഡ് കാണുന്നത്, മാർമല വാട്ടർഫോൾസ്. വാഗമണെത്താൻ വൈകുമോ എന്നൊരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായെങ്കിലും പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. വാഗമൺ യാത്രയിൽ ഞങ്ങളെടുത്ത ഏറ്റവും മികച്ച ഒരു വഴിതെറ്റൽ തീരുമാനമായിരുന്നു അത്. മാർമലയിലേക്കുള്ള വഴിയിൽ വെച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞു സർപ്രൈസ് ട്രെയിലർ കിട്ടി. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. അത് തന്നെ നല്ലൊരു തുടക്കമായിരുന്നു. കോട്ടയം ജില്ലയിലെ തീക്കോയി ഗ്രാമത്തിന് സമീപം വാഗമൺ മലനിരകളിലേക്കുള്ള വഴിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 12:45 ഞങ്ങൾ മാർമലയിൽ എത്തുന്നത്. സമയം ഉച്ചയായിട്ടും കാലാവസ്ഥ അതിമനോഹരമായിരുന്നു കേട്ടോ. കനത്ത വെയിലില്ല, മഴയുടെ ഒരു ലക്ഷണം പോലുമില്ല. തലോടി പോകുന്ന നല്ല തണുത്ത കാറ്റ്, തെളിഞ്ഞ ആകാശം, ചുറ്റും പച്ചപ്പ്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കുറച്ച് കടുപ്പമായിരുന്നു. വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ വേണം നടക്കാൻ. ഞങ്ങൾ നേരിട്ട് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്തേക്ക് പോയില്ല. കാരണം കുട്ടികളുടെ സുരക്ഷയാണ് പ്രധാനം. വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള കുളത്തിന് ഏകദേശം 39 അടി ആഴമുണ്ട്. അവിടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ ശക്തവുമാണ്. അതുകൊണ്ട് തന്നെ നല്ല പാറക്കെട്ടുകളും ആഴമൊക്കെയുള്ള ഭാഗം ഒഴിവാക്കി കുറച്ചുകൂടി താഴെയുള്ള ആഴം കുറഞ്ഞ് കുളിക്കാൻ പറ്റിയ ശാന്തമായ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയത് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാരും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഈ പാറകൾക്കിടയിൽ വെള്ളത്തിനിടയിൽ ഞാനൊരു അതിഥിയെ കണ്ടു. ആദ്യം ഒരു ഞെട്ടലുണ്ടായെങ്കിലും പിന്നെ നോക്കിയപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു പാമ്പായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ആളുകൾ വെള്ളത്തിലുണ്ടായിരുന്നിട്ടും അത് ആരെയും ശല്യപ്പെടുത്താതെ സ്വന്തം വഴിയെ പോയി. സത്യം പറഞ്ഞാല് മാർമല ഒരു രക്ഷയുമില്ലാത്ത സ്ഥലമാണ്. ഈ പച്ചപ്പ്, കുറ്റൻ പാറകൾ, തെളിഞ്ഞ വെള്ളം എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാടിന്റെയും വെള്ളത്തിന്റെയും ആ ഒരു പച്ചമണം, അത് ശരിക്കും ഒരു തെറാപ്പിയാണ്. പ്ലാനിൽ ഇല്ലാതിരുന്നിട്ട് ഞങ്ങൾ എടുത്ത ഈ ഒരു വഴിതെറ്റൽ തീരുമാനം 100% ശരിയായിരുന്നു. ഒരുപാട് സന്തോഷം തന്ന ഒരു യാത്രയായിരുന്നു ഇത്. ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയുള്ള ഓർമ്മകൾ ഇങ്ങനെയുള്ള അപ്രതീക്ഷിത യാത്രകൾ തരും. ലൈഫ് അങ്ങനെയല്ലേ, പ്ലാനുകൾ മാറുമ്പോൾ കൂടുതൽ അടിപൊളിയാകുന്നത്. രണ്ട് കുഞ്ഞുങ്ങളുമായി യാത്ര പോകുമ്പോൾ കുറച്ച് പാടായിരിക്കും. പക്ഷേ മാർമല ഈ അനുഭവം എൻ്റെ എല്ലാ ടെൻഷനുകളും മാറ്റി തന്നു. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും ഓർമ്മകൾ ഉണ്ടാക്കാനും പറ്റിയ ഒരു എപ്പിക് സ്പോട്ട്. തീർച്ചയായും കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് മാർമല. മാർമലയിലെ കാഴ്ചകളും വെള്ളത്തിലെ കളിയുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുമ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. വഴിയിൽ കണ്ട ഒരു ചെറിയ കടയിൽ കയറി ഞങ്ങൾ എല്ലാവരും കുലുക്കി സർബത്ത് കുടിച്ചു. ആ തണുപ്പും മധുരവും ക്ഷീണമെല്ലാം മാറ്റിക്കളഞ്ഞു. കുട്ടികൾക്ക് ഐസ്ക്രീം ഇല്ലാതെ എന്ത് യാത്രയല്ലേ. അവർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും വാങ്ങി നൽകി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മാർമല വിശേഷങ്ങൾ. നിങ്ങൾക്കും ഇതുപോലെ പ്ലാനിൽ ഇല്ലാതിരുന്നിട്ടും പോയ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.